കൊടുത്തൂല. ദിക്റിന്റെയും സ്വലാത്തിന്റെയും മധ്യത്തിൽ അത് സ്വന്തമാക്കി വെച്ചിട്ട് ഒരു വിഷയവും പ്രശ്നമില്ല, എത്ര വേദനയും പ്രശ്നമില്ല, ഏത് കടുത്ത രോഗവും പ്രശ്നമില്ല, ഏത് പ്രതിസന്ധി തരണം ചെയ്യാൻ ദിക്റും സ്വലാത്തും ഖുർആനും കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമേ അല്ല. അവരെന്താണ് ആഗ്രഹിച്ച് കണ്ണിലേക്ക് പടർച്ച കൊടുക്കും. മഹാനായ അമ്പർമെന്ന അടുക്കലേക്ക് ഒരാൾ അദ്ദേഹത്തിന്റെ പശു കളവ് പോയപ്പോ അമ്പർമെന്ന അടുത്ത് പോയിട്ട് നമ്മളെ പശു പോയിട്ടുണ്ട്, തങ്ങള് കയ്യിൽ കിട്ടിയ ചാരിക്ക് നമ്മളാകുന്നത് നമുക്ക് പുറത്ത് പോയ ആദ്യം എന്താ കഥ. അവസാനം അദ്ദേഹം ഇറങ്ങി നടത്തുന്നത് ഇറങ്ങി നടന്നു, മഴ പെയ്തു, വളരെ ശക്തമായ മഴ, പുറത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അമ്പലങ്ങൾക്ക് കാവി വീഴ്ചയിലേക്ക് ഒരു നല്ല കുട്ടികളുടെ മുന്നിലേക്ക് വാങ്ങി കയറി താക്കോലിന്റെ മനുഷ്യരെ നോക്കുവയ്ക്കാനാണ് കുട്ടൽ കൂട്ട് തുറന്നു നോക്കിയപ്പോൾ കളറ് പോയ പശു ആനവരോട് വസ്തു കൊടുത്തപ്പോഴേക്കും പടക്കളം പതിൽ ആകർഷണങ്ങൾ വരികയാണ്. ആകാശ ലോകത്തിൽ ശക്തമായ മഴ വരികയാണ്. ഇതിനു വേണ്ടി തന്റെ ഇഷ്ടമാകുന്നവരുടെ വാക്കുകൾ, അവരുടെ സൂചനകൾ, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നേരിൽ നടത്തി വെച്ചു കൊടുക്കാൻ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി സന്ദർഭങ്ങളും മറ്റുള്ള മഹാന്മാർക്ക് എങ്ങനെ ചെയ്യാൻ ഉന്നത സ്ഥാനം നേടിയെടുത്തു. അവരുടെ കൂടുതൽ സമയവും അവരുടെ അള്ളാഹുവിന്റെ വൃത്തത്തിന് വേണ്ടി ഇപ്പോഴും ഒരാൾക്ക് കൂടുതൽ അങ്ങനെയൊക്കെ പെട്ടെന്ന് നോക്കുന്നു. അമ്പലങ്ങളുടെ കടന്നുപടിയാവുകയായിരുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, മഹാന്മാർ, ശ്രോതാക്കൾ, സാലിഹ്യങ്ങൾ അവർ ഉന്നതങ്ങൾ എങ്ങനെ നേടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ത്യാഗസമ്പൂർണമായ ജീവിതത്തിലൂടെ മാത്രമാണ് അവർ നമ്മളെ കാണുന്ന ആ മൊഴിയിലെത്തിയത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താൻ നമുക്കൊന്നും അങ്ങോട്ട് നിർത്താൻ കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു നിർബന്ധമാക്കിയ 5 വഖ്ത് നിസ്കാരം, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും, കള്ളിൽ നിന്നും, കഞ്ചാവിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, വ്യഭിചാരത്തിൽ നിന്നും ഒരു പടി മാറിക്കാൻ നാം ശ്രമിച്ചാൽ കഴിയും. നിർബന്ധമാക്കിയ വിജയത്തിലേക്ക് ആകെ നടക്കാൻ നാം പ്രവൃത്തി ചെയ്താൽ നടക്കും. ഈ സ്വലാത്തിൽ പങ്കെടുക്കുമ്പോൾ ഇബ്ലീസിന്റെ വൈചാരിക ദുർമന്ത്രങ്ങൾ ഏൽക്കാത്ത ആ ഒരു നല്ല ആത്മീയ ഹൃദയത്തോടുകൂടി ഒരു പ്രതിജ്ഞ എടുത്താൽ അൽഹംദുലില്ലാഹ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. യാസിനോട് ഒന്നിച്ചുകൂടിയതുകൊണ്ട് ഈ സദസ്സിൽ ഒന്നിച്ചുകൂടി എത്ര ആളുകളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുണ്ടോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിലുള്ള മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ കബറൊക്കെ നാം ഓതാൻ പോകുന്ന യാസീൻ മോദി മൗലൂദ് നമ്മുടെ ഇഷ്ടം കാണുന്ന സ്വർഗീയ സമാധാനമാക്കി മാറട്ടെ. ഞങ്ങൾ ചില ആങ്കൾക്ക് ചെലവുണ്ട്, ഇത്ര ആളെ കഴിക്കണം, ചോറുണ്ടാക്കണം, നമ്മൾ അതിനുവേണ്ടി ഇത്ര വേർക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ മാസവും എല്ലായ്പ്പോഴും 13 ഇങ്ങനെ ആദ്യത്തെ മാസം നമ്മൾ ഒരുമിച്ച് കൂട്ടാറുണ്ട്. നമ്മളിവിടെ നടത്തുന്ന പരിപാടി ഒരിക്കലും മനസ്സിലാക്കരുത് കല്ലായിപ്പള്ളിക്ക് വേറൊരു മുതൽക്കൂട്ടി ആക്കാൻ വേണ്ടിയല്ല. കല്ലായിപ്പള്ളിക്ക് പിരിവിന്റെ സൊസൈറ്റി നമ്മൾ ഈ 13 ഒന്നിനും കാണാനില്ല. പിന്നെ അവിടെ വരുന്നവരെന്തെങ്കിലും തരും, ആ തരുന്നത് കൊണ്ട് നമ്മളെന്തെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തെങ്കിലും വിഷമുണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ചോടാണ്. അതല്ലാതെ തെരുവ് പേരെന്നാണ് പറയുന്നത്. തെരുവ് തോന്നിവാസം പറഞ്ഞു വെക്കുന്നവർക്ക് പറയുന്നത് വിശാലത്തിനിടയിൽ കുട്ടികൾ കിതാബ് 10-15 ആളുകൾ അവരുടെ വർഷം കിതാബുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ രീതി ഓടിപ്പടിക്കാൻ പൊരുത്തമനുസരിച്ച് അവിടെ കൂട്ടുകയില്ലാക്കുന്നത്. ഞാൻ കാര്യം പറയുന്നത് ഓരോരു കൂട്ടുകളിൽ കേട്ടോക്കുകയാണ്. എന്നാൽ ആ കൂട്ടുകളിൽ തെളിയിച്ചോട്ട് എന്താണ് ഒരു കൂട്ടുകളിൽ കാര്യങ്ങൾ കുറച്ചേർന്നിട്ട് പൊരുത്തപ്പെടണം. അറിയാതെ കിട്ടില്ലാത്തവർ പറഞ്ഞു പോയാലും ഇവരോടൊക്കെ പെട്ടെന്ന് പള്ളിയുടെ കാര്യം കാണിച്ചോ? അതേപോലെ കിതാബ് ഓതുന്നതും ഖുർആൻ ഓതുന്നതും കിതാബ് പഠിക്കുന്നതും ഹദീസ് പഠിക്കുന്നതും ഒക്കെ കൂട്ടുകളിലായിട്ട് പോകാൻ എത്രയോ വേണ്ടാത്ത തലങ്ങളിൽ പോയാൽ
അപ്പൊ പള്ളിയിൽ